അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹംസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ് ചക്കപ്പുട്ട്. അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചക്ക തന്നെയാണ്, നല്ല പഴുത്ത ചക്കയാണ്. പിന്നെ വേണ്ടത് പുട്ടിനുള്ള പൊടി, അരിപ്പൊടിയാണ് വേണ്ടത്. തേങ്ങ ചിരകിയത്, ഉപ്പ്, വെള്ളം. ഇത്രയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. ആദ്യം നമ്മൾ ചക്കയെല്ലാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ചക്കയിൽ തന്നെ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ആദ്യം കുറച്ച് ചക്ക ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ അരിപ്പൊടിയും കൂടി ചേർത്ത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ബാക്കി നമുക്ക് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം വേണ്ടി വരും. നോർമൽ വെള്ളമാണ് എടുത്തിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. വെള്ളം കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നനച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് തിരുമ്മി എടുക്കുക. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്ക് ഏകദേശം നമ്മൾ തിരുമ്മിയെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് പുട്ടിൻ്റെ കണ എടുത്തിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. 2 പിടി കുറച്ച് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ പുട്ടിന് പ്രത്യേകിച്ച് കറിയോ പഴത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതേപോലെ തന്നെ കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടും കൂടിയാണ് കേട്ടോ. നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ചിലവർ ചക്ക ജസ്റ്റ് ഗ്രൈൻഡറിലിട്ട് അടിച്ച് പൊടിയിലേക്ക് ചേർത്ത് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ രീതിയിലാണ്. കണ്ടോ, നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ചൂടോടുള്ള നമ്മുടെ ചക്കപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം. താങ്ക്